ഇനി ഞങ്ങൾ കുറച്ച് വർത്താനൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ നടക്കാൻ പോവാണ്. ഒരു വാർത്തയുണ്ട്. താങ്ക് യു ബാലകൃഷ്ണൻ ഗംഭീരാവട്ടെ. ചേലക്കരയിൽ തിരുവല്ലാമലയിലെ നമ്മുടെ ബാലകൃഷ്ണൻ. താങ്ക് യു. ഓക്കെ, അപ്പോൾ താങ്ക് യു. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഒരുപാട് വാർത്തകൾ കൂടി വരുന്ന സമയമാണ്. തൃശ്ശൂരാണ്, പൂരമാണ്, മറ്റൊരു പൂരം. ചൂടുണ്ട് അല്ലേ? ചൂടുണ്ട്. നല്ല ചൂടാണ്. പിന്നെ പൊതുവേ ഈ സീറ്റാണല്ലോ, സീറ്റ് ആഗ്രഹിച്ചാണ് നടക്കണേ. സീറ്റ് എന്നുള്ളത് എന്റെ തർജ്ജമ ആസനം എന്നാണ്. സീറ്റ് സിംഹാസനം. ഇപ്പൊ നിയമസഭ ആസനകക്ഷികൾ 3 മുന്നണിയിലുണ്ട്. 3 ആസനകക്ഷികളാണ് ഇപ്പൊ കേരളത്തിൽ മത്സരിക്കുന്ന. സ്വതന്ത്ര ചെറുത് വേറെയുണ്ട്. അപ്പൊ ഇവര് നല്ല രീതിയിൽ പ്രചരണം നടത്തണം ആവശ്യമാണ്. പക്ഷെ കുഴപ്പം എന്താ വെച്ചാൽ മിക്കവാറും ചില സമയത്ത് ഈ പ്രചരണം അസഭ്യമായിട്ട് പോകുന്നുണ്ട്. അഭ്യസ്ത വിദ്യൻ എന്ന അവർക്ക് ഇങ്ങനെ അസഭ്യം പറയുമ്പോ അവരൊക്കെ അസഭ്യസ്ത വിദ്യരല്ലേ എന്ന് നമുക്ക് പറയേണ്ടി വരും. ഒരു നിമിഷം ചേട്ടാ, എങ്ങോട്ടാ റൂട്ട്? എങ്ങോട്ടാ രാവിലെ? വെള്ളിക്കുളങ്ങര. അത് ഏത് റൂട്ടാ? കോടാലി മുപ്ലൈമൊഴി ആണല്ലേ? ആമ്പല്ലൂർ. ഏത് റൂട്ടിലേക്കാണ് ഇത്തവണ നിയമസഭ പോകുന്ന പോക്ക്? നല്ലതിലേക്ക് പോകും. നല്ല ചൂടും. കോടാലിക്ക് പോണ വണ്ടിയാ. കോടാലി എന്നാണ് കേരളം ഉണ്ടായത്. അതായത് കോടാലി പരശുരാമൻ എറിഞ്ഞു. കോടാലി മൂലം കേരളം എന്നാണ്. പിന്നെ ഒരു കക്ഷി മറ്റൊരു കക്ഷിക്ക് കോടാലിയ കേരളത്തിൽ. കോടാലി എറിഞ്ഞ കേരളം ഉണ്ടാവില്ല ശാസ്ത്രീയ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അനുഭവം ശരിയാ അല്ലേ? കോടാലി ഒരുത്തം മറ്റേ കോടാലി. അതാണ് ഇവിടെ കേട്ടോ. ആസനാന്വേഷികൾ എന്ന വാക്കാണ്. സീറ്റ് അന്വേഷിക്കുന്നതാണ്. നല്ലൊരു പദം, ആസനകാംക്ഷികൾ ആണ്. എനിക്ക് തോന്നുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും തുടക്കം സഭാകമ്പത്തിൽ നിന്നാണ്. രാഷ്ട്രീയക്കാർക്ക് സഭാകമ്പം എന്ന് ചോദിച്ചാൽ അതല്ല, സഭയിൽ കയറി പറ്റാനുള്ള കമ്പാണ് സഭാകമ്പം. ഇപ്പൊ നിയമസഭയെ കയറി പറ്റാൻ നിയമസഭാകമ്പം, ലോകസഭയെ കയറി പറ്റാൻ ലോകസഭാകമ്പം, രാജ്യസഭയെ കയറി പറ്റാൻ രാജ്യസഭാകമ്പം, മന്ത്രിസഭയിൽ കയറി പറ്റാൻ മന്ത്രിസഭാകമ്പം, ഐക്യരാഷ്ട്രസഭയിൽ കയറി പറ്റാൻ ഐക്യരാഷ്ട്രസഭാകമ്പം. ഇങ്ങനെ സഭാകമ്പം മുതൽ ഈ കമ്പമാണ് എന്തായി തീരുന്നത്. ഇതിന്റെ ഒക്കെ ഹേതു ഈ പ്രചരണത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ സഭ്യശബ്ദമല്ലോ, അത് ഉൾപ്പെടെ സർവത്തിന്റെ ഹേതു. ഓക്കെ, താങ്ക് യു. അപ്പൊ ഉഷാറാണ്. ഹാപ്പി അല്ലേ? ഉഷാറാണ്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, തൃശ്ശൂര് നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ നല്ല റെസ്പോൺസാണ്. 2 ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങൾ കണ്ടു. സാധാരണ ഒരു 12 മണിക്കാരന്റെ പ്രതികരണം നമ്മൾ കണ്ടു. അതേപോലെ നമ്മുടെ നേതാക്കളുടെ പ്രതികരണം കണ്ടു. സ്ഥാനാർത്ഥികൾ കണ്ടു. ഉഷാറല്ലേ?